പ്രണയം ഒരു മഷിത്തണ്ട് കഥ. ഇടവപ്പാതിയുടെ നേരിയ ചാറ്റൽ മഴ നനഞ്ഞ ഒരു സന്ധ്യയായിരുന്നു അത്. കോഴിക്കോട് നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് ഒരൽപ്പം ഒഴിഞ്ഞു മാറിയ പഴയൊരു കല്ല് പാകിയ വഴിയിലൂടെ അവൻ നടന്നു. അലൻ പേരിനെ അന്വർത്ഥമാക്കും വിധം പ്രസന്നതയുടെ ഒരു നേർത്ത വെളിച്ചം അവൻ്റെ കണ്ണുകളിലുണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒരു വർഷമായി. സ്ഥിരമായൊരു ജോലി കിട്ടിയെങ്കിലും അവൻ്റെ മനസ്സിൻ്റെ താളുകൾ എപ്പോഴും തിരഞ്ഞിരുന്നത് എഴുത്തിൻ്റെ ലോകമായിരുന്നു. ആ പഴയ വഴിയോരത്തെ ഒരു ചെറിയ ചായക്കടയുടെ മുന്നിൽ അവൻ നിന്നു. ചൂടുള്ള പരിപ്പ് വടയുടെയും കടുപ്പമേറിയ ചായയുടെയും മണം. അകത്തേക്ക് കയറിയപ്പോൾ അവനൊരു കൗതുകമുണർത്തുന്ന കാഴ്ച കണ്ടു. കടയുടെ ഒരറ്റത്ത് ഒരു കൂട്ടം പഴയ പുസ്തകങ്ങൾക്കിടയിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നു. മഷിത്തണ്ടിൻ്റെ നിറമുള്ള കട്ടിയുള്ള ഫ്രെയിമുള്ള കണ്ണടയും അലസമായി കെട്ടിവെച്ച മുടിയുമായി അവൾ ഒരു നോട്ട്ബുക്കിലേക്ക് എന്തോ കുനിച്ചെഴുതുകയായിരുന്നു. അവളുടെ മുഖത്ത് എഴുത്തിൻ്റെ ഒരു നേർത്ത ഭാവം നിഴലിച്ചിരുന്നു. അഗാധമായ ശ്രദ്ധയും ഒരു സ്വപ്നത്തിലെന്ന പോലെയുള്ള ഏകാന്തതയും. അവൾ ചുറ്റും നടക്കുന്നതിനെ പറ്റി തീർത്തും അജ്ഞയായിരുന്നു. അലൻ ഒരു നിമിഷം അവളെ നോക്കി നിന്നുപോയി. അതൊരു പ്രണയമായിരുന്നു എന്നവന് പറയാനാകില്ല. പക്ഷേ അവൻ്റെ ഉള്ളിൽ ഒരുതരം നിശബ്ദമായ ആകാംക്ഷയുടെ മണിമുഴങ്ങി. ചായയുടെ ചൂടിൽ വിരലുകൾ കോർത്ത് അവൻ പതിയെ അവൾക്കരികിലെ ഒഴിഞ്ഞ കസേരയിൽ ചെന്നിരുന്നു. അവൾ അപ്പോഴും എഴുത്തിൽ മുഴുകിയിരിക്കുകയാണ്. പുറത്ത് മഴ വീണ്ടും ശക്തിപ്പെട്ടു. ചായയുടെ കടുപ്പമുള്ള മണവും മഴയുടെ നേർത്ത സംഗീതവും മാത്രം കേട്ട് അലൻ കുറച്ചു നേരം ഇരുന്നു. അവൾ എഴുതുന്ന പേനയുടെ നേരിയ ശബ്ദം പോലും ആ നിമിഷത്തെ ഏകാന്തതയ്ക്ക് ഭംഗം വരുത്തിയില്ല. തൻ്റെ മുന്നിലിരിക്കുന്നവൾ ഒരു ലോകം മുഴുവൻ പേപ്പറിലേക്ക് പകർത്തുകയാണെന്ന് അവന് തോന്നി. ഇവിടെ ഇരിക്കാൻ വിരോധമില്ലല്ലോ? അലൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ആ ചോദ്യം കേട്ട് അവൾ പെട്ടെന്ന് തലയുയർത്തി. അവളുടെ കണ്ണടയ്ക്കുള്ളിലെ കണ്ണുകളിൽ ഒരു നേരിയ അമ്പരപ്പുണ്ടായിരുന്നു. ഒപ്പം മായാത്ത ഒരുതരം ഭംഗിയും. ഇല്ല, അവൾ ചിരിക്കാൻ ശ്രമിച്ചു. അത് പകുതിയിൽ നിലച്ചു. ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചില്ല, അലൻ അവൻ സ്വയം പരിചയപ്പെടുത്തി. ഒരു ചെറു ചിരിയോടെ കൈനീട്ടി. അവൾ ആ കൈ സ്വീകരിക്കാൻ അല്പം മടിച്ചു. എന്നിട്ട് വിറയ്ക്കുന്ന ചെറുവിരലുകളോടെ അവൻ്റെ കൈകളിൽ മെല്ലെ തൊട്ടു. പാർവതി. ആ പേര് അവൻ്റെ ചുണ്ടിൽ ഉരുവിട്ടു. പാർവതി. ഒരു ദേവീനാമം പോലെ ആ പേരിനൊരു തണുപ്പും തെളിമയും ഉണ്ടായിരുന്നു. ഇവിടെ എപ്പോഴും വരുമോ? അലൻ ചോദിച്ചു. ചിലപ്പോഴൊക്കെ. തിരക്കുകളിൽ നിന്ന് ഒരൽപ്പം ഒഴിഞ്ഞിരിക്കാൻ ഇവിടെ ഒരു പ്രത്യേക ശാന്തതയുണ്ട്. പിന്നെ അവൾ തൻ്റെ മുന്നിലിരുന്ന പഴയ പുസ്തകങ്ങളുടെ കൂമ്പാരത്തിലേക്ക് വിരൽ ചൂണ്ടി. ഇവിടുത്തെ അപ്പൂപ്പൻ എനിക്ക് നല്ല കുറച്ച് പഴയ പുസ്തകങ്ങൾ എടുത്തു തരും. എഴുതാനുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും. എഴുത്തുകാരിയാണോ? പാർവതിയുടെ മുഖത്ത് ഒരു മനോഹരമായ നാണം പരന്നു. അങ്ങനെയൊന്നുമില്ല, വെറുതെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതും. യാത്രകൾ, കണ്ട സ്വപ്നങ്ങൾ, മഴ, അങ്ങനെയൊക്കെ. അലൻ്റെ കണ്ണ് അവളുടെ നോട്ട്ബുക്കിൽ പതിഞ്ഞു. അതൊരു പഴയ തരം കട്ടിയുള്ള കടലാസുള്ള പുസ്തകമായിരുന്നു. ആദ്യമായിട്ടാണ് അലൻ തൻ്റെ എഴുത്തിനോടുള്ള പ്രണയം മനസ്സിലാക്കുന്ന മറ്റൊരാളെ കാണുന്നത്. അവൻ്റെ ഉള്ളിലെ എഴുത്തുകാരൻ പാർവതിയിലെ എഴുത്തുകാരിയോട് ഒരു നിശബ്ദ സംഭാഷണം ആരംഭിച്ചത് ആ നിമിഷത്തിലായിരുന്നു. പുറത്തെ മഴ തീവ്രമാവുകയായിരുന്നു. ആ ചായക്കടയുടെ ഇളം ചൂടിൽ രണ്ട് അപരിചിതർ അവരുടെ ചിന്തകളും സ്വപ്നങ്ങളും പങ്കുവയ്ക്കാൻ ഒരുങ്ങുകയായിരുന്നു. മഴയുടെ ശബ്ദം ഒരു നേർത്ത പശ്ചാത്തല സംഗീതം പോലെ അവരെ പൊതിഞ്ഞു നിന്നു. പാർവതിയുടെ മറുപടി കേട്ട് അലൻ പുഞ്ചിരിച്ചു. എഴുത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ തെളിയുന്ന തിളക്കം അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനും എഴുതാറുണ്ട്, അലൻ മെല്ലെ പറഞ്ഞു. പക്ഷേ അതൊരു ജോലി പോലെ ആയിപ്പോയി. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടും റിപ്പോർട്ടുകളും മെയിലുകളുമാണ് കൂടുതലും.
പണ്ടത്തെ പോലെ മനസ്സ് തുറന്ന് കഥ എഴുതാനൊന്നും സമയം കിട്ടാറില്ല. അതാണ് ദുരന്തം. പാർവതി ഗ്ലാസ്സിലെ ചായയിലേക്ക് നോക്കി പറഞ്ഞു. നമ്മുടെ ഉള്ളിലെ ഇഷ്ടങ്ങളെ നമ്മൾ തന്നെ തിരക്കിനിടയിൽ കുഴിച്ചുമൂടും. ചിലപ്പോൾ ഒരു റിപ്പോർട്ട് എഴുതുന്ന ലാഘവത്തോടെ ഒരു കവിത എഴുതാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകാറുണ്ട്. അവൾ സംസാരം നിർത്തി. കയ്യിലിരുന്ന നോട്ട്ബുക്കിൻ്റെ താളുകൾ പതിയെ മറിച്ചു. അതിലെഴുതിയ കൈയക്ഷരം വൃത്തിയും അതേസമയം അല്പം വലുതുമായിരുന്നു. ഒരു താളിൽ ഒരു ചെറിയ 4 വരി കവിത കണ്ണിൽപ്പെട്ടു. നീലാകാശം പെയ്തൊഴിയുമ്പോൾ മഷിത്തണ്ടിൽ നിന്നും ഒഴുകിയെത്തും ഓർമ്മകളോരോന്നും നനഞ്ഞലിഞ്ഞെൻ്റെ ഏകാന്തതയുടെ കൂട്ടായി മാറുന്നു. ഇതൊരു കവിതയാണോ? അലൻ ചോദിച്ചു. എൻ്റെ ഒരു തോന്നൽ. പാർവതി വേഗം നോട്ട്ബുക്ക് അടച്ചു. ആ കണ്ണടയ്ക്കുള്ളിൽ ഒരു നേർത്ത ചുവപ്പ് പടരുന്നത് അലൻ കണ്ടു. സ്വന്തം ലോകം പെട്ടെന്ന് മറ്റൊരാൾ കണ്ടതിൻ്റെ ജാള്യത. വളരെ മനോഹരം, അലൻ ആത്മാർത്ഥമായി പറഞ്ഞു. ഈ മഷിത്തണ്ടിൻ്റെ ഭംഗി ഈ വരികളിലുണ്ട്. നിങ്ങളൊരു നല്ല എഴുത്തുകാരിയാണ് പാർവതി. നിങ്ങൾ എഴുത്ത് നിർത്തരുത്. ആ പ്രോത്സാഹനം കേട്ടപ്പോൾ പാർവതിയുടെ മുഖത്ത് ആദ്യമായി ഒരു പൂർണ്ണമായ ചിരി വിരിഞ്ഞു. ആ ചിരിയിൽ പുറത്തെ മഴ മാറി ആകാശം തെളിഞ്ഞതുപോലെ അവന് തോന്നി. നിങ്ങളുടെ ലോകം കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, പാർവതി പറഞ്ഞു. എന്താണ് നിങ്ങൾ എഴുതുന്നത് അലൻ? അവരുടെ സംഭാഷണങ്ങൾ കൂടുതൽ ആഴത്തിലേക്ക് കടന്നു. ചായക്കടയിലെ അപ്പൂപ്പൻ ഒരു നുണച്ചിരിയോടെ അവരെ നോക്കി. പഴയ പാട്ടുകൾ മെല്ലെ മൂളിക്കൊണ്ടിരുന്നു. പാർവതിയുടെ ചോദ്യം കേട്ട് അലൻ ഒരൽപ്പം ആലോചിച്ചു. എഞ്ചിനീയറിങ്ങിൻ്റെ വരണ്ട ലോകത്ത് നിന്നുകൊണ്ട് താൻ എഴുതുന്നതിനെക്കുറിച്ച് ഒരാളോട് പറയുന്നത് ആദ്യമായിട്ടാണ്. എൻ്റെ എഴുത്ത് ഒരുതരം പലായനമാണ് പാർവതി. നഗരജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന്, യാന്ത്രികമായ ഓഫീസ് ദിനങ്ങളിൽ നിന്ന് ഒരു രക്ഷപ്പെടൽ. ഞാൻ എഴുതുന്നത് പഴയ കാലത്തെക്കുറിച്ചാണ്. എൻ്റെ കുട്ടിക്കാലം, ഞങ്ങൾ താമസിച്ചിരുന്ന കുന്നിൻ മുകളിലെ ആ പഴയ വലിയ വീട്, അവിടുത്തെ പുഴ. അലൻ ഓർത്തെടുത്തു. അതൊരു സുന്ദരമായ രക്ഷപ്പെടലാണ്, പാർവതി പ്രതികരിച്ചു. ഓരോ എഴുത്തുകാരനും ഒരു കാലയന്ത്രമുണ്ട്. അതുപയോഗിച്ച് അവർ ഇഷ്ടമുള്ള കാലത്തേക്ക് സഞ്ചരിക്കുന്നു. അലൻ ചിരിച്ചു. ശരിയാണ്, ഞാനിപ്പോൾ ഒരു നോവലാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ടില്ല. ഒരു സാധാരണക്കാരൻ അവൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നഗരത്തിലെത്തുമ്പോൾ നേരിടുന്ന ഒറ്റപ്പെടുന്നതിനെക്കുറിച്ചാണ് കഥ. നിങ്ങൾക്കത് പൂർത്തിയാക്കാൻ കഴിയണം. പാർവതിയുടെ വാക്കുകളിൽ പ്രോത്സാഹനത്തിൻ്റെ ആഴമുണ്ടായിരുന്നു. ഇപ്പോൾ എഴുതി പൂർത്തിയാക്കാതെ വെച്ചിരിക്കുന്ന ഓരോ കഥയും പിന്നീട് നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ പഴയ സ്വപ്നങ്ങളാണ്. സംസാരിക്കുന്നതിനിടയിൽ പാർവതി തൻ്റെ ബാഗിൽ നിന്ന് ഒരു ചെറിയ കൈകൊണ്ട് നിർമ്മിച്ച ഡയറി പുറത്തെടുത്തു. അതിൻ്റെ കവറിൽ ഉണങ്ങിയ ചില ഇലകൾ ഒട്ടിച്ചിരുന്നു. നിങ്ങൾ പോകുന്ന വഴിയിൽ ഞാനും ചില കാര്യങ്ങൾ കുറിക്കാറുണ്ട്, അവൾ പറഞ്ഞു. ഈ നഗരം എന്നെ തളർത്തുമ്പോൾ ഞാൻ ഈ പുസ്തകം തുറക്കും. ഇതിൽ ഞാൻ കണ്ടുമറന്ന യാത്രകളുടെ കുറിപ്പുകളുണ്ട്. യാത്രകൾ ഒരുപാട് ഇഷ്ടമാണോ? അലൻ ആകാംക്ഷയോടെ ചോദിച്ചു. വളരെ ഇഷ്ടമാണ്. പക്ഷേ എല്ലാ യാത്രകളും ഒരേപോലെ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഈ ചായക്കടയിലിരുന്ന് ഞാൻ കണ്ണടയ്ക്കും. എന്നിട്ട് സങ്കല്പിക്കും, ഊട്ടിയിലൂടെ മഞ്ഞിലൂടെ അങ്ങനെ നടക്കുന്നത്, അല്ലെങ്കിൽ വയനാട്ടിലെ മഴ കാണുന്നത്. അലന് അത്ഭുതം തോന്നി. പാർവതിയുടെ ഭാവനയുടെ ആഴം അവനെ ആകർഷിച്ചു. തങ്ങളിരുവരും ഒരേ ചിന്തകളുടെ 2 കൈവഴികളാണെന്ന് അവനപ്പോൾ തോന്നി. പുറത്തെ മഴ തോർന്നു. കല്ലുപാകിയ വഴിയിൽ നനഞ്ഞ ഇലകൾ തിളങ്ങി. സമയം അതിവേഗം പറന്നുപോയി. ചായക്കടയിലെ അപ്പൂപ്പൻ പതിഞ്ഞ സ്വരത്തിൽ, മോളെ, സമയം പോയത് അറിഞ്ഞില്ലല്ലോ എന്ന് ഓർമ്മിച്ചപ്പോഴാണ് അവർക്ക് ബോധം വന്നത്. ഞാൻ പോകാൻ സമയമായി, പാർവതി പറഞ്ഞു. എനിക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. നമുക്ക് ഒരുമിച്ച് പോകാം. അലൻ എഴുന്നേറ്റു. തൻ്റെ എഴുത്തുമായി ബന്ധമുള്ള ഒരപൂർവ സൗഹൃദത്തിൻ്റെ തുടക്കമായിരുന്നു അതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ചായക്കടയുടെ പടികളിറങ്ങി നനഞ്ഞ വഴിയിലൂടെ അലനും പാർവതിയും നടന്നു. മഴ മാറിയ അന്തരീക്ഷത്തിന് ഒരു പുതിയ സുഗന്ധമുണ്ടായിരുന്നു.
മണ്ണും ഇലകളും കലർന്ന ഒരു പ്രത്യേക മണം. വഴി മുഴുവൻ നനഞ്ഞിരിക്കുകയാണ്. അലൻ പറഞ്ഞു. പാർവതിയുടെ വീട് ഇവിടെ അടുത്താണോ? അടുത്താണ്, കുറച്ച് ദൂരം നടന്നാൽ മതി. ഞാനൊരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ഇവിടുത്തെ ഒരു കോളേജിൽ ലെക്ചററാണ്, പാർവതി പറഞ്ഞു. അലൻ അത്ഭുതപ്പെട്ടു. അധ്യാപികയാണോ? അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. കാരണം നിങ്ങളൊരു വിദ്യാർത്ഥിയെ പോലെയാണ് എഴുത്തിൽ മുഴുകിയിരിക്കുന്നത്. പാർവതി വീണ്ടും ചിരിച്ചു. അധ്യാപനം എൻ്റെ ജോലിയാണ്. എഴുത്തും വായനയും എൻ്റെ ജീവനാണ്. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങൾ, പുതിയ വിഷയങ്ങൾ, അതൊക്കെയാണ് എൻ്റെ എഴുത്തിന് പ്രചോദനം. അവർ നടക്കുമ്പോൾ വഴിയരികിലെ പഴയ കെട്ടിടങ്ങളിലെ മഞ്ഞ വെളിച്ചം അവരിൽ പതിച്ചു. സംസാരിച്ച് നടന്നെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു നിശബ്ദത നിറഞ്ഞിരുന്നു. ആ നിശബ്ദതയിൽ അവർ പങ്കുവെച്ച സ്വപ്നങ്ങളുടെ പ്രതിധ്വനിയുണ്ടായിരുന്നു. അവരുടെ സംഭാഷണങ്ങൾ എഴുത്തിൽ നിന്ന് വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് വഴിമാറി. അലൻ അവൻ്റെ ജോലിയെക്കുറിച്ചും അവൻ്റെ സ്വപ്നമായ ഒരു യാത്രാ മാസിക തുടങ്ങാനുള്ള ആഗ്രഹത്തെക്കുറിച്ചും പറഞ്ഞു. പാർവതി അവളുടെ കുടുംബത്തെക്കുറിച്ചും പുസ്തകങ്ങൾക്കിടയിൽ മാത്രം ചെലവഴിച്ച കുട്ടിക്കാലത്തെക്കുറിച്ചും പറഞ്ഞു. ഒരു വളവിലെത്തിയപ്പോൾ പാർവതി നിന്നു. ഇവിടെ നിന്ന് ഹോസ്റ്റലിലേക്ക് അധികം ദൂരമില്ല, അവൾ പറഞ്ഞു. ഇത്രയും നേരം സംസാരിച്ചിരുന്നത് ഒരു സ്വപ്നം പോലെ തോന്നി. അലനും അങ്ങനെ തന്നെ തോന്നി. ആദ്യമായി കണ്ടുമുട്ടിയ ഒരു വ്യക്തിയുമായി ഇത്രയും ആഴത്തിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞത് ഒരു അത്ഭുതമായിരുന്നു. പാർവതിയുടെ നമ്പർ തരാമോ? അലൻ ചോദിച്ചു. നമ്മുടെ എഴുത്തുകൾ പരസ്പരം പങ്കുവെക്കാൻ കഴിഞ്ഞാൽ നന്നായിരുന്നു. എങ്കിൽ എൻ്റെ ആ നോവൽ ഒരുപക്ഷെ പൂർത്തിയാക്കാൻ എനിക്കൊരു പ്രചോദനമായേക്കും. പാർവതിയുടെ മുഖത്ത് ഒരു മങ്ങൽ വീണ്ടും പടർന്നു. അവൾ ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് അവളുടെ ബാഗിൽ നിന്നും ഒരു ചെറിയ കഷ്ണം കടലാസും ഒരു പേനയും എടുത്ത് വൃത്തിയുള്ള കൈയക്ഷരത്തിൽ അവളുടെ നമ്പർ കുറിച്ച് നൽകി. നിങ്ങൾ പോകുന്ന വഴി ഞാനുമുണ്ട്, അവൾ മെല്ലെ പറഞ്ഞു. ആ കടലാസ് കഷ്ണം അലൻ കൈകളിൽ വാങ്ങി. ആ നിമിഷം അവൻ്റെ ഹൃദയത്തിൽ പുതിയൊരു താളം കേട്ടു. അതൊരു സൗഹൃദം മാത്രമല്ലെന്ന് അവന് തോന്നി. അത് മഷിത്തണ്ടിൻ്റെ നിറമുള്ള ഏറ്റവും മൃദുലമായ പ്രണയത്തിൻ്റെ ആദ്യത്തെ സ്പർശമായിരുന്നു. ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ദിവസങ്ങൾ ചിറകടിച്ച് പറന്നുപോയി. അലൻ പതിവായി പാർവതിയെ വിളിച്ചു. അവരുടെ സംഭാഷണങ്ങൾ മഷിത്തണ്ട് ചായക്കടയുടെ ഇളം ചൂടിൽ നിന്ന് മൊബൈൽ ഫോണിലെ ഡിജിറ്റൽ ലോകത്തേക്ക് വളർന്നു. രാത്രി വൈകിയും അവർ സംസാരിച്ചു. ജോലിയുടെ തിരക്കുകൾ കഴിഞ്ഞാൽ അലൻ ആദ്യം ഓർത്തത് പാർവതിയെക്കുറിച്ചാണ്. അവൾ വിളിക്കുമ്പോൾ അവൻ ഓഫീസിലെ മുഷിഞ്ഞ ഫയലുകൾ പോലും മറന്നു. അലൻ അവൻ്റെ നോവലിൻ്റെ അധ്യായങ്ങൾ പാർവതിക്ക് അയച്ചു കൊടുത്തു. ഓരോ അധ്യായത്തിലും അവളുടെ സൂക്ഷ്മമായ വിമർശനങ്ങളും പ്രോത്സാഹനവും അവനുണ്ടായിരുന്നു. അലൻ, ഈ ഭാഗം വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ നായകൻ്റെ വിഷാദം വിവരിക്കുന്നതിനേക്കാൾ അവൻ്റെ പോരാട്ടങ്ങളെപ്പറ്റി എഴുതുമ്പോൾ വായനക്കാരന് കൂടുതൽ പ്രതീക്ഷ നൽകാൻ കഴിയും. അവളുടെ ഓരോ വാക്കുകളും അവൻ്റെ എഴുത്തിന് പുതിയ ദിശാബോധം നൽകി. അവൻ എഴുതി, അവൾ വായിച്ചു. ആ വായനയ്ക്കിടയിലെ നിമിഷങ്ങളായിരുന്നു അവരുടെ പ്രണയത്തിൻ്റെ വളർച്ചാഘട്ടം. അവർ കാണാതെ തന്നെ പരസ്പരം കൂടുതൽ അറിഞ്ഞു. അവൻ്റെ സ്വപ്നങ്ങളിലെ നഗരവും അവളുടെ സങ്കല്പങ്ങളിലെ യാത്രകളും അവർ ഒന്നായി പങ്കുവച്ചു. ഒരു ദിവസം നമുക്ക് ഒരുമിച്ച് പോകാം, ഒരു ദിവസം രാത്രി സംസാരിക്കുന്നതിനിടയിൽ അലൻ പറഞ്ഞു. എവിടേക്ക്? പാർവതിയുടെ ശബ്ദത്തിൽ ആകാംക്ഷ നിറഞ്ഞു. നീ വായിച്ചറിഞ്ഞ വയനാട്ടിലേക്ക്, അല്ലെങ്കിൽ ഞാൻ കണ്ടറിഞ്ഞ ആ കുന്നിൻ മുകളിലെ പുഴയുടെ തീരത്തേക്ക്. നമ്മൾ ഒരുമിച്ച് ഒരു യാത്രാ മാസിക തുടങ്ങുന്നതിന് മുൻപ് നമുക്കൊരു യാത്ര പോകണം. ആദ്യമായി അലൻ നേരിട്ട് അവളിലേക്കൊരു വാഗ്ദാനം എറിയുകയായിരുന്നു. പാർവതി ഒരു നിമിഷം നിശബ്ദയായി. അലൻ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ തീർത്തും അപരിചിതരായ ഒരാളാണ്. നീ എനിക്കൊരപരിചിതയല്ല പാർവതി. എൻ്റെ ഓരോ വാക്കിലും ജീവനുള്ള ഒരംശമാണ് നീ. നീ എൻ്റെ എഴുത്താണ്, അലൻ സൗമ്യമായി പറഞ്ഞു. ആ വാക്കുകൾ പാർവതിയുടെ ഹൃദയത്തിൽ സ്പർശിച്ചു. പുസ്തകങ്ങൾക്കിടയിൽ മാത്രം ഒളിച്ചിരുന്ന അവളുടെ ലോകത്തേക്ക് ആദ്യമായി ഒരു പ്രണയം വാതിൽ തുറന്ന് കടന്നു വരികയായിരുന്നു.
അലൻ, നമുക്ക് കാണണം, ആ ചായക്കടയിൽ വെച്ച് തന്നെ, അവൾ ഒടുവിൽ സമ്മതിച്ചു. അടുത്ത ശനിയാഴ്ച സന്ധ്യ. മഴ തോർന്ന ആ പഴയ വഴിയിൽ, ആ ചായക്കടയിൽ അവർ വീണ്ടും കണ്ടുമുട്ടാൻ തീരുമാനിച്ചു. ഇത്തവണ ഒരു സൗഹൃദത്തിന് വേണ്ടിയല്ല, പ്രണയം സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് ആ കൂടിക്കാഴ്ച. ശനിയാഴ്ച സന്ധ്യ. അലൻ നേരത്തെ തന്നെ ആ ചായക്കടയിലെത്തി. അവൻ്റെ നെഞ്ചിടിപ്പ് സാധാരണയിലധികമായിരുന്നു. ഒരാഴ്ച മുമ്പ് കണ്ട അതേ ചായക്കട, അതേ കല്ലുപാകിയ വഴി. പക്ഷേ ഇന്ന് അന്തരീക്ഷത്തിന് പുതിയൊരു ഭംഗിയുള്ളതായി അവന് തോന്നി. ഓരോ നിമിഷവും അവൻ പാർവതിയുടെ വരവിനായി കാത്തിരുന്നു. കയ്യിലൊരു ചെറിയ പൊതിയുണ്ടായിരുന്നു. അവൻ എഴുതിയ നോവലിൻ്റെ അച്ചടിച്ച ആദ്യത്തെ അധ്യായങ്ങൾ. പാർവതിയുടെ പ്രോത്സാഹനമാണ് അവന് അതെഴുതി പൂർത്തിയാക്കാൻ പ്രചോദനമായത്. അധികം വൈകാതെ അവൾ കടന്നു വന്നു. ഇത്തവണ അവൾ കണ്ണട വെച്ചിരുന്നില്ല. പകരം ഒരു നേർത്ത കറുത്ത ഫ്രെയിമുള്ള കോണ്ടാക്ട് ലെൻസായിരുന്നു ധരിച്ചിരുന്നത്. മുടി അലസമായി പിന്നിലേക്ക് പിന്നിയിട്ടിരുന്നു. അവളുടെ സാന്നിധ്യം ആ കടയ്ക്ക് പുതിയൊരു വെളിച്ചം നൽകി. അവളുടെ നടത്തത്തിൽ മുൻപത്തെ കൂടിക്കാഴ്ചയിൽ കണ്ട ഏകാന്തതയ്ക്ക് പകരം നേരിയൊരു സന്തോഷമുണ്ടായിരുന്നു. അവൾ അലന് നേരെ നോക്കി പതിയെ ചിരിച്ചു. അലൻ, എത്ര നേരമായി എത്തിയിട്ട്? അവൾ ചോദിച്ചു. കുറച്ചു നേരം മുൻപ്. ഞാൻ ഇവിടുത്തെ പഴയ പാട്ടുകൾ കേട്ടിരിക്കുകയായിരുന്നു. അവർ പഴയ ഇരിപ്പിടത്തിൽ മുഖാമുഖം ഇരുന്നു. ചായക്കടയിലെ അപ്പൂപ്പൻ ഒരു ചിരിയോടെ 2 കടുപ്പമേറിയ ചായ കൊണ്ടുവച്ചു. ഒരുപാട് മാറ്റമുണ്ട്, അലൻ പറഞ്ഞു. കന്നഡയില്ലാത്തപ്പോൾ പാർവതിയെ കൂടുതൽ സുന്ദരിയായി കാണാൻ കഴിയുന്നുണ്ട്. പാർവതിയുടെ മുഖം ചുവന്നു. നിങ്ങൾ വരുമ്പോൾ എന്തിനാണ് എൻ്റെ രൂപത്തെപ്പറ്റി ശ്രദ്ധിക്കുന്നതെന്ന് ഞാൻ ഓർത്തു. എഴുത്തിൻ്റെ ഭംഗി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെ കാണുമ്പോൾ ആ സൗന്ദര്യം അതിൻ്റെ ഉടമയിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നി. അവരുടെ സംഭാഷണങ്ങൾക്കിടയിൽ ഒരുതരം മൗനം നിറഞ്ഞു. ആ മൗനമാണ് അവർക്കിടയിലെ പ്രണയത്തെ ഉറപ്പിക്കാൻ ശ്രമിച്ചത്. അലൻ കയ്യിലിരുന്ന ചെറിയ പൊതി അവൾക്ക് നേരെ നീട്ടി. ഇതെൻ്റെ ആദ്യത്തെ നോവലിൻ്റെ തുടക്കമാണ്. ഇത് പൂർത്തിയാക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് നീയാണ് പാർവതി. നിനക്കിത് സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാർവതിയുടെ വിറയ്ക്കുന്ന കൈകളോടെ ആ പേപ്പറുകൾ സ്വീകരിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആദ്യമായിട്ടാണ് അവളുടെ എഴുത്തിനോടുള്ള പ്രണയം ഒരാളുടെ സ്വപ്നത്തിന് ഇത്രയും വലിയ പ്രചോദനമാകുന്നത്. അലൻ, നന്ദിയുണ്ട്. അവളുടെ ശബ്ദം ഇടറി. അലൻ അവളുടെ കൈകളിൽ മെല്ലെ തൊട്ടു. ആദ്യമായി ഒരു പ്രണയം അവൻ്റെ സ്പർശത്തിലൂടെ അവളിലേക്ക് പടർന്നു. പാർവതി, അവൻ മെല്ലെ വിളിച്ചു. നമ്മുടെ ഈ യാത്ര, ഈ സൗഹൃദം എനിക്കൊരിക്കലും അവസാനിപ്പിക്കാൻ കഴിയില്ല. നീ എൻ്റെ ജീവിതമാണ്, എൻ്റെ എഴുത്താണ്. ഞാൻ നിന്നെ പ്രണയിക്കുന്നു. ആ വാക്കുകൾ ആ ചായക്കടയിൽ അലയടിച്ചു. പുറത്ത് മഷിത്തണ്ടിൻ്റെ നിറമുള്ള സന്ധ്യ കൂടുതൽ ഇരുണ്ടിരുന്നു. പാർവതിയുടെ കണ്ണുകൾ തിളങ്ങി. അവളുടെ ചുണ്ടിൽ ഒരു നേർത്ത ചിരി വിരിഞ്ഞു. നമ്മുടെ കഥയുടെ തുടർച്ചയാണ് നിങ്ങൾ, അലൻ. ഞാനും നിങ്ങളെ. അവൾ പറഞ്ഞു പൂർത്തിയാക്കും മുൻപ് അലൻ പ്രതീക്ഷയോടെ അവളുടെ കൈകൾ മുറുകെ പിടിച്ചിരുന്നു. നമ്മുടെ കഥയുടെ തുടർച്ചയാണ് നിങ്ങൾ, അലൻ. ഞാനും നിങ്ങളെ പ്രണയിക്കുന്നു. പാർവതിയുടെ മറുപടി അലൻ്റെ കാതുകളിൽ ഒരു സംഗീതം പോലെ മുഴങ്ങി. അവൻ്റെ കൈകൾ അവളുടെ കൈകൾക്ക് മുകളിൽ മുറുകെ പിടിച്ചു. ആ ചെറിയ ചായക്കട അവരുടെ പ്രണയത്തിൻ്റെ നിത്യസ്മാരകമായി മാറി. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ലോകം മുഴുവൻ അവരുടെ കാൽ കീഴിലാണെന്ന് അവർക്ക് തോന്നി. അവർ നടന്നു നീങ്ങിയ വഴിയിൽ നനഞ്ഞ ഇലകൾക്കും കല്ലുകൾക്കും പോലും ഒരു പ്രണയഭംഗി കൈവന്നു. അടുത്ത കുറച്ച് മാസങ്ങൾ അവർക്ക് ഉത്സവമായിരുന്നു. ഓരോ ദിവസവും അവർ പരസ്പരം കൂടുതൽ അടുത്തറിഞ്ഞു. അവരുടെ സംഭാഷണങ്ങൾ പ്രണയലേഖനങ്ങളെക്കാൾ മനോഹരമായിരുന്നു. അലൻ തൻ്റെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിച്ചു. എങ്കിലും ഓരോ ദിവസവും അവൻ പാർവതിക്കായി എഴുതാൻ സമയം കണ്ടെത്തി. പാർവതിയാകട്ടെ തൻ്റെ കോളേജ് തിരക്കുകൾക്കിടയിലും അലൻ എഴുതിയ ഓരോ വരിയും ശ്രദ്ധയോടെ തിരുത്തി എഴുതി. അലൻ്റെ നോവൽ പതുക്കെ പതുക്കെ പൂർണ്ണതയിലേക്ക് നീങ്ങി. അതിൻ്റെ ഓരോ താളിലും അവൻ്റെ കഥാപാത്രങ്ങളെക്കാൾ കൂടുതൽ അലൻ പാർവതിയായിരുന്നു കണ്ടത്. ഒരു ഞായറാഴ്ച അവർ ഒരുമിച്ചിരുന്ന് ഭാവി സ്വപ്നം കണ്ടു.
നമ്മുടെ സ്വപ്നമായ ആ യാത്രാ മാസിക തുടങ്ങണം പാർവതി. എനിക്ക് എൻ്റെ ജോലി രാജിവെക്കണം. എനിക്കിനി റിപ്പോർട്ടുകളല്ല, കഥകളാണ് എഴുതേണ്ടത്, അലൻ പറഞ്ഞു. നമുക്കൊരുമിച്ച് തുടങ്ങാം അലൻ. പാർവതിയുടെ കണ്ണുകൾ തിളങ്ങി. ഞാൻ കവിതകളും യാത്രാവിവരണങ്ങളും എഴുതും, നിങ്ങൾ കഥകളും ലേഖനങ്ങളും. നമ്മുടെ മാസികയ്ക്ക് എന്തായിരിക്കും പേര്? അലൻ ചിന്തിച്ചു. ഒരു മഷിത്തണ്ട് പോലെ മായാത്ത ഓർമ്മകൾ നൽകുന്ന ഒന്ന്. മായാത്ത മഷി. വളരെ മനോഹരം, പാർവതി സമ്മതിച്ചു. പക്ഷേ സ്വപ്നങ്ങൾക്ക് യാഥാർത്ഥ്യത്തിൻ്റെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. അലൻ ജോലി രാജിവെച്ചപ്പോൾ സ്ഥിര വരുമാനം നിലച്ചു. ഒരു മാസിക തുടങ്ങാൻ ആവശ്യമായ പണം കണ്ടെത്തുന്നത് അവർ വിചാരിച്ചതിലും പ്രയാസകരമായിരുന്നു. നിരാശയോടെ നേർത്ത മേഘങ്ങൾ അലൻ്റെ ആകാശത്ത് തങ്ങി നിന്നു. പാർവതി, എനിക്കറിയില്ല ഇത് നടക്കുന്ന കാര്യമാണോ എന്ന്. ഞാൻ എടുത്തുചാടി തീരുമാനമെടുത്തോ എന്ന് സംശയം തോന്നുന്നുണ്ട്, അലൻ ഒരു ദിവസം വിഷമത്തോടെ പറഞ്ഞു. പാർവതി അവൻ്റെ കൈകൾ ചേർത്തു പിടിച്ചു. നമ്മുടെ ഈ ബന്ധം ആരംഭിച്ചത് ഈ സ്വപ്നത്തിൻ്റെ പേരിലാണ് അലൻ. ഒരു മഷിത്തണ്ടിൻ്റെ സ്വപ്നം ഒരിക്കലും പാഴാവില്ല. ഞാൻ കൂടെയുണ്ട്. നമുക്ക് ഈ പ്രതിസന്ധി ഒരുമിച്ച് മറികടക്കാം. അവളുടെ വാക്കുകൾ അലന് പുതിയ ശക്തി നൽകി. അവർ പരസ്പരം താങ്ങും തണലുമായി നിന്നു. അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഒരു കറുത്ത മഷിപ്പാട് പോലെ പടർന്നു തുടങ്ങി. അലൻ തൻ്റെ എഴുത്ത് നിലനിർത്തി, പക്ഷേ മാസിക തുടങ്ങാനുള്ള പണം കണ്ടെത്താൻ കഴിയുന്നില്ല. പാർവതി കോളേജിലെ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളം ഉപയോഗിച്ച് കഴിയുന്നത്ര പിന്തുണച്ചു. എന്നാൽ അതുമാത്രം പോരായിരുന്നു. ഒരു ദിവസം രാത്രി അലൻ നിരാശയോടെ തൻ്റെ ലാപ്ടോപ്പിലേക്ക് നോക്കിയിരുന്നു. പാർവതി, ഞാൻ എഞ്ചിനീയറിംഗ് ജോലിയെക്കുറിച്ച് വീണ്ടും ആലോചിക്കാൻ പോവുകയാണ്. നമ്മളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇതിപ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല. അവൻ്റെ ശബ്ദത്തിൽ തളർച്ചയുണ്ടായിരുന്നു. പാർവതി അവൻ്റെ അടുത്ത് വന്ന് തോളിൽ കൈവച്ചു. എന്താണ് നിങ്ങൾ പറയുന്നത് അലൻ? ഈ സ്വപ്നത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ ആ ജോലി ഉപേക്ഷിച്ചത്? നിങ്ങളുടെ നോവൽ ഏകാന്തതയുടെ നഗരം ഏകദേശം പൂർത്തിയാകാൻ പോവുകയല്ലേ? ആദ്യം നമ്മൾ അതിൽ ശ്രദ്ധിക്കാം. നോവൽ ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തു പാർവതി. ഒരു പബ്ലിഷറും അനുകൂലമായി പ്രതികരിച്ചില്ല. അവരുടെ നിബന്ധനകൾ അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല. അവർ പറയുന്നത് ഇത് കൊമേഴ്സ്യലായി വിജയിക്കില്ലെന്നാണ്. പാർവതി പെട്ടെന്ന് എഴുന്നേറ്റു. അവളുടെ കണ്ണുകളിൽ തീക്ഷ്ണമായ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. പബ്ലിഷർമാർ വേണ്ട അലൻ, നമുക്ക് സ്വയം പബ്ലിഷ് ചെയ്യാം. എനിക്കൊരു വഴിയുണ്ട്. ഞാൻ കോളേജിലെ എൻ്റെ പഴയ വിദ്യാർത്ഥികളോടും സുഹൃത്തുക്കളോടും സംസാരിച്ചു. എല്ലാവരും സാഹിത്യത്തെ സ്നേഹിക്കുന്നവരാണ്. അവർക്ക് വേണ്ടത് ഒരു പുതിയ പ്ലാറ്റ്ഫോമാണ്. പാർവതി അലനെ തൻ്റെ ലാപ്ടോപ്പിനടുത്തിരുത്തി. നമ്മുടെ മാസികയ്ക്ക് പണം കണ്ടെത്താൻ ആദ്യം നമുക്ക് ഈ നോവൽ ഒരു ബുക്കായി ഇറക്കാം. അതിൻ്റെ പ്രൊമോഷനും വിതരണവും നമ്മൾ തന്നെ ചെയ്യും. മായാത്ത മഷി തുടങ്ങുന്നതിന് മുൻപുള്ള നമ്മുടെ ആദ്യത്തെ ചുവടുവെപ്പ് ഇതായിരിക്കണം. ആ ആശയം അലനെ ആവേശം കൊള്ളിച്ചു. അതൊരു പുതിയ ലോകമായിരുന്നു. പരമ്പരാഗതമായ വഴികൾ അടഞ്ഞപ്പോൾ പാർവതി ഡിജിറ്റൽ ലോകത്തിൽ വാതിൽ തുറന്നു. അവർ ഒരുമിച്ചിരുന്ന് നോവലിൻ്റെ പേജുകൾ ഡിസൈൻ ചെയ്തു. പാർവതി അതിൻ്റെ കവർ ചിത്രം സ്വന്തമായി വരച്ചുണ്ടാക്കി. മഷിത്തണ്ട് നിറമുള്ള ഒരു പഴയ ചായക്കടയുടെ ചിത്രം. നോവൽ ഓൺലൈനിൽ പ്രകാശനം ചെയ്തു. ആദ്യ ദിവസങ്ങളിൽ പ്രതികരണം മന്ദഗതിയിലായിരുന്നു. പക്ഷേ പാർവതി സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എഴുത്ത് ഇഷ്ടപ്പെടുന്ന ഗ്രൂപ്പുകളിലും വായനക്കാർക്കിടയിലും അതിൻ്റെ പ്രചാരണം ആരംഭിച്ചു. ആദ്യ ആഴ്ചയുടെ അവസാനം ഒരു ചെറിയ അത്ഭുതം സംഭവിച്ചു. അലൻ പോലും വിശ്വസിക്കാത്ത തരത്തിൽ നോവലിന് വായനക്കാർ ഉണ്ടായി. ഏകാന്തതയുടെ നഗരം എന്ന നോവൽ പുതിയ തലമുറയിലെ വായനക്കാർക്കിടയിൽ ഒരു തരംഗമായി മാറി. അവർക്ക് ആ നോവലിലെ കഥാപാത്രങ്ങളെ, അവരുടെ ഒറ്റപ്പെടലിനെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അലൻ്റെ കയ്യിൽ അവരുടെ മാസിക തുടങ്ങാൻ ആവശ്യമായ ആദ്യത്തെ ചെറിയ പണം എത്തിച്ചേർന്നു. ഏകാന്തതയുടെ നഗരം എന്ന ഈ നോവലിൻ്റെ വിജയം അവർക്ക് പുതിയൊരു ഊർജം നൽകി. ലഭിച്ച വരുമാനവും പാർവതിയുടെ കോളേജിലെ ഒരു ചെറിയ ഫണ്ടും ചേർത്ത് അവർ തങ്ങളുടെ സ്വപ്നത്തിന് അടിത്തറയിട്ടു.
ഒരു വർഷത്തിന് ശേഷം അതേ കോഴിക്കോട് നഗരത്തിൽ തിരക്കുകളിൽ നിന്ന് ഒരൽപ്പം ഒഴിഞ്ഞുമാറിയ ഒരിടത്ത് മായാത്ത മഷി എന്ന ചെറിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. അതൊരു ഭീമൻ പ്രസാധനാലയമായിരുന്നില്ല, മറിച്ച് പുതിയ എഴുത്തുകാർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ കൂട്ടായ്മയുടെ ആസ്ഥാനമായിരുന്നു. അതിൻ്റെ ചുമതലക്കാർ അലനും പാർവതിയുമായിരുന്നു. മായാത്ത മഷിയുടെ ആദ്യ ലക്കത്തിൻ്റെ പ്രകാശനം ഒരു ഞായറാഴ്ചയായിരുന്നു. ആ ചടങ്ങ് നടന്നത് മറ്റെവിടെയുമായിരുന്നില്ല, അവരുടെ പ്രണയം മൊട്ടിട്ട പഴയ കല്ലുപാകിയ വഴിയിലെ അതേ ചായക്കടയിൽ വെച്ചായിരുന്നു. ചടങ്ങിൽ അലൻ സംസാരിച്ചു. നമ്മുടെ ഈ മാസിക ഒരു മഷിത്തണ്ട് പോലെ മായാത്ത ഓർമ്മകളും മാഞ്ഞു പോകാത്ത സ്വപ്നങ്ങളുമാണ്. ഇത് വെറും പേപ്പറും അക്ഷരങ്ങളുമല്ല, മറിച്ച് എൻ്റെയും പാർവതിയുടെയും പ്രണയമാണ്. പാർവതി നിറഞ്ഞ കണ്ണുകളോടെ അലൻ്റെ തോളിൽ കൈവച്ചു. അവളുടെ കണ്ണടയിലെ മഷിത്തണ്ടിൻ്റെ നിറം ആ ചായക്കടയിലെ മഞ്ഞ വെളിച്ചത്തിൽ കൂടുതൽ തിളങ്ങി. അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമായി. അലൻ്റെ എഴുത്തിൽ തീക്ഷ്ണതയുണ്ടായിരുന്നു, പാർവതിയുടെ എഡിറ്റിങ്ങിൽ സൂക്ഷ്മതയും. അവർ പരസ്പരം താങ്ങും തണലുമായി എഴുത്തിൻ്റെ ലോകത്ത് തങ്ങളുടേതായ ഒരിടം കണ്ടെത്തി. ഒരു വൈകുന്നേരം അവർ തങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ച നടന്ന അതേ ചായക്കടയിലിരുന്നു. ചൂടുള്ള ചായ മൊത്തിക്കുടിക്കുമ്പോൾ പുറത്ത് നേരിയ ചാറ്റൽ മഴ പെയ്തു തുടങ്ങി. നമ്മുടെ കഥ എഴുതി തീർന്നല്ലോ അലൻ, പാർവതി ചിരിയോടെ പറഞ്ഞു. ഇല്ല പാർവതി, അലൻ അവളുടെ കൈകളിൽ തൻ്റെ കൈ ചേർത്ത്. ഇതൊരു തുടക്കം മാത്രമാണ്. നമ്മുടെ ജീവിതം തന്നെയാണ് ഇനി മായാത്ത മഷിയിലെ ഓരോ താളുകളും. അവരുടെ കണ്ണുകൾ പരസ്പരം കോർത്തു. പുറത്തെ മഴയുടെ ശബ്ദത്തിൽ അവരുടെ ഹൃദയങ്ങൾ പ്രണയത്തിൻ്റെ പുതിയൊരു കവിത രചിക്കുകയായിരുന്നു. എഴുത്തിൻ്റെയും പ്രണയത്തിൻ്റെയും മനോഹരമായ ഈ യാത്ര അവർ ഒരുമിച്ച് മുന്നോട്ട് തുടർന്നു.